ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം 7 പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് വീണ്ടും ഒരു അങ്ങാടിപ്പുറം തൃശ്ശൂർ യാത്രയാണ്. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ തൃശ്ശൂരിലേക്ക് ഇന്ന് 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ആണ്. ഓട്ടോറിക്ഷയ്ക്ക് വന്നുകൊണ്ട് ഓട്ടോറിക്ഷക്കാരൻ സ്റ്റേഷൻ മറ്റേ സ്ഥലമാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് ട്രാക്കാണ് പ്ലാറ്റ്ഫോമിട്ട് കയറുന്നത്. ടിക്കറ്റ് UTS ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. അങ്ങാടിപ്പുറം സ്റ്റേഷൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചത് ഇവിടെ എന്തൊക്കെ കുറേ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേഷൻ ഡെവലപ്മെൻറ്റ് ഇവിടെ കുറേ നടക്കുന്നുണ്ട്. മരമൊക്കെ മുറിച്ച് അവരെന്തൊക്കെയോ പണിയുന്നുണ്ട്. ഇവിടെ പില്ലറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. എന്താ എക്സാക്ട്ലി എന്നറിയില്ല. പ്ലാറ്റ്ഫോമിലോട്ടും പില്ലർ വാർക്കുന്നുണ്ട്. ഇതൊക്കെ പ്ലാറ്റ്ഫോം നമ്പർ 1 സൈഡിൽ നടക്കുന്ന വർക്കാണ്. ദൂരെ ഒരു മരമൊക്കെ വെട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ പാട്ടം നിന്നു. ഇവിടെയും കുഴി ഒഴിച്ച് ഇവിടെ എന്തൊക്കെ കോൺക്രീറ്റിങ് ചെയ്യുന്നുണ്ട്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1 ഇതെന്തിനുള്ളതെന്നറിയില്ല. ഈ കുഞ്ഞ് JCB പോലത്തെ സാധനം കൊണ്ടുവന്ന് കോൺക്രീറ്റ് ഇട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്താ സംഭവം മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മൾ ഇനി വരുമ്പോഴേക്കും അതിന് എന്തെങ്കിലും രൂപം വന്നിട്ടുണ്ടാവും. Train number 1632 Nilambur Kottayam Express will arrive shortly on platform number 1. നല്ല തിരക്കുണ്ട് വേണ്ടി, കാരണം പ്ലാറ്റ്ഫോമൊക്കെ ഫുള്ള്. ഇത്രയും തിരക്ക് ബാക്കി അടിപൊളി തിരക്കാണ്. ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊക്കെ ഇറങ്ങിക്കുന്നുണ്ട്. ഒരാളല്ല, ആ പ്ലാറ്റ്ഫോമിൽ 2-3 പേരുണ്ട്. WDP 4D 40197 ആണ്. ഒരു സീറ്റ് ഒപ്പിച്ചു ഭാഗ്യത്തിന്. ഇവിടെ എന്തൊക്കെയോ കുറേ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. കണ്ടോ? ഇവിടെ ട്രാക്ക് വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ഓൾറെഡി. കണ്ടോ? അതിൻ്റെ ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ നമ്മളിപ്പോൾ ഏകദേശം കുലുക്കല്ലൂർ മല്ലപ്പുഴ സ്ട്രെച്ചിലാണ്.
പഴയ റെയിലാണ് ഈ കിടക്കുന്നത്. വാടാനംകുറിശ്ശി സ്റ്റേഷനാണ്. ഈ ട്രെയിനിന് അങ്ങാടിപ്പുറം വിട്ടാൽ പിന്നെ ഷൊർണൂർ മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ്. മാംഗ്ലൂർ ലൈൻ കാണാം. നേത്രാവതി എക്സ്പ്രസ് ആണ്. അപ്പം അങ്ങനെ ഷൊർണൂർ സ്റ്റേഷനിൽ കയറാം. നമ്മൾ മിക്കവാറും പ്ലാറ്റ്ഫോം 6 വല്ലതായിരിക്കും. 5, 6 ഒക്കെയാണ് സാധാരണ അതിൽ പതിവ്.
അപ്പം നമ്മളങ്ങനെ ഷൊർണൂരെത്തി. ഇനി നമുക്ക് ലോക്കൽ ചേഞ്ച് ഉണ്ട്. ഇവിടുന്ന് ഈ ഡീസൽ മാറിയിട്ട് പകരം നമുക്ക് ഇലക്ട്രിക് ആവും. ലോക്കോ അൺകപ്ലിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 40197 ആയിരുന്നു ലോക്കോ. ലോക്കോ ഇപ്പോൾ ഷട്ട് ഔട്ട് ചെയ്യും. അപ്പുറത്തുനിന്ന് മാംഗ്ലൂർ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് പുറപ്പെട്ടു പോവാണ്. 2217 ആയിരുന്നു ലോക്കോ, ഈ റോഡ് ഡീസൽ ഷെഡിൻ്റെ. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന മറ്റേ ലോക്കോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആക്സിഡൻറ്റ് റിലീഫ് ട്രെയിൻ മാറിയിട്ട് ഒരു സ്പാർട്ട തന്നെ വന്നു. ഇപ്പോൾ സെൽഫ് പ്രൊപ്പൽഡ് തന്നെയാണിത്. ഇവിടെ നമ്മുടെ ലോക്കോ ഷണ്ട് ഔട്ട് ചെയ്യായി. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന WDP-40 ഷണ്ട് ഔട്ട് ചെയ്യാനുള്ള സിഗ്നലായി. ലോക്കോ ജസ്റ്റ് പുറത്തോട്ട് പോവാം. ഷണ്ട് സിഗ്നൽ ആ സ്റ്റാർട്ടർ സിഗ്നലിന് താഴെയായിട്ട് 2 വെള്ള ലൈറ്റ് കാണാം. അതാണ് ഷണ്ട് സിഗ്നൽ. അപ്പോൾ ഇവൻ പോയി. ഇനി നമുക്ക് ഇലക്ട്രിക് ലോക്കോ വരണം. നമ്മുടെ അടുത്ത ലോക്കോ പൈലറ്റുമാരാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവൻ പോയി ഇലക്ട്രിക് ലോക്കോ വന്നുകൊണ്ട് അവർ ചാർജ് എടുക്കും, കപ്ലിംഗ് ഒക്കെ തീർക്കും. നമുക്കുള്ള അടുത്ത ലോക്കോ വന്നു. പണിയെടുത്ത് ക്ഷീണിച്ച ഒരു WAP 12220 ഹീറോ ഡീസൽ ലോക്കോ ഷെഡ്. അടുത്ത വർക്ക് ചെയ്യാനുള്ള LP-മാരാണ് ഈ കാണുന്നത്. നമ്മുടെ ലോക്കോ അങ്ങനെ എത്തി. പണിയെടുത്ത് ക്ഷീണിച്ചതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണാനുണ്ട്. ശരിക്കും പണിയെടുത്ത് ക്ഷീണിച്ചിട്ടുണ്ട്. നമ്മുടെ കപ്ലിംഗ് നടക്കുകയാണ്. സാധാരണ നിർത്തി ഷണ്ട് ഒന്നുമില്ല, നേരെ കൊണ്ടുവന്ന് കയറ്റി അവർ പാൻറ്റോ കട്ടും ചെയ്തു കഴിഞ്ഞു. ഇത് നേരെ ALP പോയിട്ട് അത് കപ്പിൾ ചെയ്തിട്ട് വീണ്ടും പാൻറ്റോ ടേൺ ഓൺ ചെയ്ത് ലോക്കോ സ്റ്റാർട്ട് ചെയ്ത് പോകും. മീൻവേൽ ഇപ്പുറത്ത് എറണാകുളത്തിൻ്റെ ഒരു ആൽക്കോ ഷണ്ട് ചെയ്യുന്നുണ്ട്. വെയിൽ നേരെ ലെൻസിലേക്കാണ്ട് ഒന്നും കാണുന്നുണ്ടാവില്ല. അത് മിക്കവാറും പാസഞ്ചർ ട്രെയിനിൻ്റെ റേക്കായിരിക്കും. മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ 555 നിലമ്പൂരിൻ്റെയോ എല്ലാം റേക്കായിരിക്കും, അല്ലെങ്കിൽ കോഴിക്കോട് വണ്ടികളുടെ എല്ലാം റേക്കായിരിക്കും. അത് എറണാകുളത്തിൻ്റെ 13498 ആണ് ലോക്കോ. ഇത് മിക്കവാറും 555 പോകേണ്ട നിലമ്പൂർ വണ്ടിയുടെ റേക്ക് ആവാനാണ് സാധ്യത. കാരണം അതിൽ തൃശ്ശൂരും കണ്ണൂരൊക്കെ എഴുതിയിട്ടുണ്ട്. 555 റേക്കാണ്. രാത്രി നിലമ്പൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് പിന്നെ തൃശ്ശൂർക്ക് പോകുന്നു, നാളെ രാവിലെ കണ്ണൂർ പോകുന്നു. മോസ്റ്റ്ലി ആ റേക്ക് ആയിരിക്കണം അത്. ഇതാണ് ഞാൻ യാത്ര ചെയ്യുന്ന കോച്ച്. സെൻട്രൽ റെയിൽവേയുടെ 161091 എന്ന് പറഞ്ഞ കോച്ചാണിത്. വെറുതെ അല്ല, അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് അത്യാവശ്യം ഡിഫറെൻ്റ്. അത് RCF ബിൽട്ടാണെന്ന് തോന്നുന്നത്. ഇൻറ്റീരിയേഴ്സ് അത്യാവശ്യം ഡിഫറെൻ്റ് ആണ്. വിൻഡോ ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ സ്റ്റാർട്ടർ മാറിക്കഴിഞ്ഞു. അപ്പുറത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ റേക്ക് തിരിച്ച് ഷണ്ട് ചെയ്ത് കയറി വരുന്നതാണ്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് 555 പോകേണ്ട നിലമ്പൂർ വണ്ടിയുടെ റേക്കാണ്. അങ്ങനെ നമ്മൾ ഷൊർണൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. കുറച്ചധികം നേരം കടന്നു. ഇവിടെ 40 വന്നത്, ഇപ്പോൾ 57 4:57. ആ പോകുന്നത് 5:55 പോകേണ്ട ഷൊർണൂർ നിലമ്പൂർ റോഡ് എക്സ്പ്രസ്സാണ് ആ പോകുന്നത്. അതിലുണ്ട് ഒരു CR റേക്ക്. എനിക്കൊന്ന് CR നിന്നും അതുപോലെ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ എന്നൊക്കെ ഒരുപാട് പഴയ കോച്ചുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പാർക്ക്. ഇപ്പോൾ സെൽഫ് പ്രൊപ്പൽഡ് തന്നെയാണ്. ഇപ്പോഴത്തെ സൈഡിൽ ഇതിനൊരു ഡ്രൈവിംഗ് ക്യാബ് ഉണ്ടാവേണ്ടതാണ്. ഉണ്ട്, ഇപ്പോഴത്തെ സൈഡിൽ ഡ്രൈവിംഗ് ക്യാബ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട 13498 റേക്കിനെ പ്ലാറ്റ്ഫോമിലേക്ക് ഷണ്ട് ചെയ്യുന്നു. നമ്മളങ്ങനെ ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടു.
ഇപ്പുറത്തെ സൈഡിലൊക്കെ പല പ്രാവശ്യം കാണിച്ചിട്ടാണെങ്കിൽ വളരെ എക്സ്ട്രീം ലെഫ്റ്റിലൊരു സൈഡിങ് ലൈൻ ഉണ്ട്. പിന്നെ കാണുന്നത് പാലക്കാട്ടേക്ക് പോകുന്ന ലൈനാണ്, അതായത് നമ്മുടെ മെയിൻ ലൈന്, ചെന്നൈക്ക് പോകുന്ന മെയിൻ ലൈനാണ് എക്സ്ട്രീം ലെഫ്റ്റിലുള്ളത്. ഇവിടത്തൊക്കെ പോയിന്റ്സ് അപ്ഗ്രേഡ് ആയി 30 kmph ആയി തോന്നുന്നു. അത്യാവശ്യം സ്പീഡ് ഉണ്ട് നമുക്ക്. ഹിസാർ കോയമ്പത്തൂർ എക്സ്പ്രസ് ഇപ്പോൾ വരുന്ന ഒരു അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു. അതിനിവിടെ കാണാനില്ല. ഞാൻ വിചാരിച്ചത് അതിങ്ങനെ സിഗ്നൽ വരെ എത്തിയിട്ടുണ്ടാവുന്നു. ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ കുറച്ച് നേരത്തെ നോക്കുമ്പോൾ വണ്ടി ഭാരതപ്പുഴ എത്തിയായിരുന്നു. ഹിസാർ കോയമ്പത്തൂർ അല്ല, കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ്, AC എക്സ്പ്രസ്. ഇപ്പം അപ്പുറത്തെ ലൈനിൽ കൂടെ ഹിസാർ പോകുന്നുണ്ട്. ഒരു വാപ്പ് 7 ആണ്. ലോക്കോ നമ്പറൊന്നും കാണാൻ പറ്റിയില്ല, ദൂരെ കാണാം. ഈ ഗ്യാപ്പിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. നോക്കാം, ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പുറത്ത് കൂടെ റെഡ് LHB കോച്ചസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും ചിലപ്പോൾ. ലോക്കോ നമ്പർ വായിക്കാൻ പറ്റുന്നില്ല. വാപ്പ് 7 ആണെന്ന് മാത്രം മനസ്സിലായി. അപ്പോൾ ആ പോകുന്നതാണ് ഹിസാർ കോയമ്പത്തൂർ എക്സ്പ്രസ്, സോറി കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ്. നമ്മൾ ജസ്റ്റ് ഭാരതപ്പുഴ ബ്രിഡ്ജ് കയറാൻ പോകുന്നു. ഷൊർണൂർ B ക്യാബിൻ. അങ്ങേയറ്റത്ത് നമ്മുടെ അഡ്വാൻസ് സ്റ്റാർട്ടർ അഥവാ നമ്മുടെ ട്രിവാൻഡ്രം ഡിവിഷനിലേക്ക് എൻട്രി ചെയ്യാനുള്ള സിഗ്നലും ആംബറിലാണ്. കാരണം നമുക്കിത് കഴിഞ്ഞുകൊണ്ട് വളർത്തുള്ളവരിൽ സ്റ്റോപ്പുണ്ട്. ഇവിടെ താഴെ പുതിയ ഗേർഡേഴ്സ് കൊണ്ടെന്ന് വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ അധികം താമസിയാതെ ഇവിടെ ഒരു ട്രാക്ക് വർക്ക് വരാൻ പോകുന്നുണ്ട്. ഇവിടെ ലോറിയിൽ ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. ഗേർഡേഴ്സൊക്കെ വന്നു കഴിഞ്ഞു. ഇത് ട്രാക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സാധനങ്ങളും വന്നു കഴിഞ്ഞു. പിന്നെ അധികം താമസിയാതെ ഒരു മെഗാ ബ്ലോക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ട്രാക്ക് വർക്കിന് വേണ്ടി. ഭാരതപ്പുഴ കിടക്കുകയാണ് നമ്മൾ. ഇന്നെന്തോ ട്രെയിനിൽ വരുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെങ്കിലും പിന്നെ വണ്ടിയും കാലിയായി. ഈ കോച്ച് കാലിയായി അറ്റ്ലീസ്റ്റ്. അപ്പോൾ നമുക്കത് ഇപ്പുറത്തെ സൈഡും കാണാം. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം ഡിവിഷനിലേക്ക് കയറി.
നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ തിരുവനന്തപുരം ഡിവിഷനിലെ ആദ്യത്തെ സ്റ്റോപ്പായ വള്ളത്തോൾ നഗറിലേക്ക് എത്തുകയാണ്. വള്ളത്തോൾ നഗറിൽ നിന്നുള്ളൊരു വള്ളത്തോൾ നഗർ സ്റ്റേഷനെ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു മെമ്മോറിയുടെ. അതെന്താ അൺഫോർച്യുനേറ്റ്ലി ഭയങ്കര തിരക്കുണ്ടായിരുന്നുകൊണ്ട് ഒരുപാട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വള്ളത്തോൾ നഗറിലെത്തി. ഇതാണ് ആ സ്റ്റേഷൻ. നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അടിപൊളി സ്റ്റേഷനാണ്. നമ്മളങ്ങനെ വള്ളത്തോൾ നഗറിലെത്തി. ഇവിടെ ഒരു OHC മെയിൻ്റനൻസ് വാനൊക്കെ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. സ്റ്റേഷൻ വളവിലാണ്. അതൊക്കെ ആ മെമ്മോയിൽ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു. വെയിൽ നേരെ ലെൻസിലേക്കാണ്. നമ്മളിപ്പോൾ വടക്കാഞ്ചേരി സ്റ്റേഷനിലേക്ക് കയറാൻ പോകണം. ഇന്ന് ഓപ്പോസിറ്റ് കൊണ്ട് ജയന്തിയാനന്ദൊക്കെ ലേറ്റാണ്. നമുക്ക് കാര്യമായിട്ട് ക്രോസിങ്സ് എല്ലാം കിട്ടുമെന്നറിയില്ല. എന്നാലും നമ്മൾ വടക്കാഞ്ചേരി സ്റ്റേഷനോട് കയറുകയാണ്. ഇതേ രക്ഷയുള്ളൂ. നേരെ പിടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ വടക്കാഞ്ചേരി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയും ട്രാക്ക് റീപ്ലേസ്മെൻറ്റിനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. പുതിയ റെയിൽ കിടക്കുന്നതാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് 1-2 ബ്ലോക്ക് പ്രതീക്ഷിക്കാം.
അങ്ങനെ മുളങ്കുന്നത്തുകാവ് സ്റ്റേഷനിലെത്തി. അതായിരുന്നു ഗുരുവായൂർ ലൈൻ. നമ്മൾ ജസ്റ്റ് പൂങ്കുന്നം സ്റ്റേഷനോട്ട് കയറുകയാണ്. അവിടെ നമ്മളതിനകത്ത് തൃശ്ശൂർ ഷൊർണൂർ എക്സ്പ്രസ് സ്പെഷ്യൽ എടുക്കുന്നുണ്ട്. ലാബ് 122041. അങ്ങനെ നമ്മളിതാ ജസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനായ തൃശ്ശൂർ സ്റ്റേഷനോട് കയറാം. ജയന്തി ജനതകൾ കാരണം തിരക്കാണെന്ന് തോന്നി കാണുന്നത്. ജയന്തി ജനത ഇന്ന് ലേറ്റ് ആണ്, ജസ്റ്റ് എത്താനായിട്ടേ ഉള്ളൂ. Platform number 8 per station. Your attention please. Train number 16325 Nilambur Road Kottayam Express has arrived at Trichy Station. Platform number 1.
അപ്പം അങ്ങനെ നമ്മൾ തൃശ്ശൂർ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിച്ചേർന്നിരിക്കുകയാണ്. അതാണ് തൃശ്ശൂർ സ്റ്റേഷൻ്റെ ബോർഡ്. അങ്ങോട്ട് ഐലൻഡ് എക്സ്പ്രസ് അല്ല ജയന്തിയുടെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് അതിൻ്റെ അറൈവലും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. എന്തായാലും കോട്ടയം നിലമ്പൂർ കോട്ടയത്തിൻ്റെ ഒരു സ്റ്റാർട്ടർ ആയിട്ടില്ല. നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ പിടിക്കാനുള്ള സമയം എന്തായാലും കിട്ടും. അപ്പം അങ്ങനെ ജയന്തി ജനത ജസ്റ്റ് കയറി വരുന്നു. ഈ ട്രെയിനൊരു എൻഡ് ടു എൻഡ് റൈഡ് എനിക്ക് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ്. എന്തെങ്കിലും നടക്കുന്നു, അറ്റ്ലീസ്റ്റ് ഒരു കോയമ്പത്തൂർ ടു പൂനെയെങ്കിലും. കാൺപൂർ ലോക്കോ ഷെഡിൻ്റെ 37296 ആണ് ലോക്കോ. മീൻവൈൽ നമ്മളിവിടെ കൊണ്ടുവന്ന നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിൻ്റെ സ്റ്റാർട്ടറായി കഴിഞ്ഞു. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ. വളരെ ചെറിയ വീഡിയോ എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എന്നാൽ പിന്നെ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.